കേബിൾ ജോയിൻ്റർ, ഇലക്ട്രിക്കൽ പവർ സിസ്റ്റംസ്, വൊക്കേഷണൽ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ലൗലി, വടക്കടത്തുകാവ് ഗവൺമെൻറ് BHSSലെ വൊക്കേഷണൽ ഇൻസ്ട്രക്ടറാണ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹീറ്റ് ഷ്രിങ്കബിൾ സ്ട്രെയിറ്റ് ത്രൂ ജോയിൻ കിറ്റ്, അതായത് ചൂടാക്കി ചുരുക്കിയെടുക്കുന്ന രീതിയിലുള്ള സ്ട്രെയിറ്റ് ത്രൂ ജോയിൻ കിറ്റ്. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്? രണ്ട് കേബിളുകളുടെ എൻഡുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. Aim to identify the parts of heat shrinkable straight through joint kit for underground power cables. അണ്ടർഗ്രൗണ്ട് പവർ കേബിൾസിന് വേണ്ടിയുള്ള ഹീറ്റ് ഷ്രിങ്കബിൾ സ്ട്രെയിറ്റ് ത്രൂ ജോയിൻ കിറ്റിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. മെറ്റീരിയൽ റിക്വയർഡ്: 3M heat shrink straight through joint on 6.6 kV to 11 kV 3-core XLPE cable kit. ഇത് 6.6 kV മുതൽ 11 kV വരെയുള്ള XLPE കേബിളുകൾ സ്ട്രെയിറ്റ് ത്രൂ ജോയിൻ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള കിറ്റാണ്. പാർട്സ്: ഇൻസുലേറ്റിംഗ് ട്യൂബ്, സ്ട്രെസ് കൺട്രോൾഡ് ട്യൂബ്, ആൻറ്റി ട്രാക്കിംഗ് റെഡ് ഇൻസുലേറ്റിംഗ് ട്യൂബ്, ഡുവൽ വാൾ ട്യൂബ്, സ്ട്രെസ് ഗ്രേഡിംഗ് മാസ്റ്റിക് സ്ട്രിപ്സ്, സീലിംഗ് മാസ്റ്റിക് സ്ട്രിപ്സ്, PVC വിനൈൽ ട്രേപ്പ്, മെക്കാനിക്കൽ കണക്ടർ, GI വയർ മെഷ്, കോപ്പർ വയർ മെഷ്, കോപ്പർ ബൈൻഡിംഗ് വയർ, ടിൻഡ് കോപ്പർ ബ്രൈഡ്, ബാക്കപ്പ് റിംഗ്, വോം ഡ്രൈവ് ക്ലിപ്പ്, നൈലോൺ സ്ട്രിംഗ്, അലൂമിനിയം ഓക്സൈഡ് ക്ലോത്ത്, ക്ലീനിംഗ് ലിക്വിഡ്, സിലിക്കൺ ഗ്രീസ്, റൂളർ, സ്റ്റീൽ കാനിസ്റ്റർ, ഇൻസ്ട്രക്ഷൻ ഷീറ്റ്. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളെക്കുറിച്ചും കൂടുതലായി മനസ്സിലാക്കാം. ഇൻസുലേറ്റിംഗ് ട്യൂബ്, ഔട്ടർ ട്യൂബ്. It is a heat shrinkable plastic tube used as the outer covering. It shrinks radially but not longitudinally when heated to between 1/2 and 1/6 of its diameter. ഇത് ഹീറ്റ് ഷ്രിങ്കബിൾ ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ട്യൂബാണ്. ഇത് ഔട്ടർ കവറിങ്ങിന് വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ജോയിൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഇത് ചൂടാക്കുമ്പോൾ ഇതിൻ്റെ റേഡിയസ് പകുതി മുതൽ 1/6 വരെ കുറയുന്നു, എന്നാൽ അതിൻ്റെ നീളം കുറയുന്നില്ല. അതാണ് ഹീറ്റ് ഷ്രിങ്കബിൾ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നെസ്റ്റഡ് ട്യൂബ്സ്: A. സ്ട്രെസ് കൺട്രോൾ ട്യൂബ്, B. ആൻറ്റി ട്രാക്കിംഗ് റെഡ് ഇൻസുലേറ്റിംഗ് ട്യൂബ്, C. ഡബിൾ വാൾ ട്യൂബ്. നെസ്റ്റഡ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ട്യൂബിനുള്ളിൽ മറ്റ് ട്യൂബുകൾ കടത്തി വച്ചിരിക്കുന്നു. ഏറ്റവും ഉള്ളിലായിട്ട് സ്ട്രെസ് കൺട്രോൾ ട്യൂബാണ്. അതിനു പുറമെ ആൻറ്റി ട്രാക്കിംഗ് റെഡ് ഇൻസുലേറ്റിംഗ് ട്യൂബ്, ഏറ്റവും പുറമേ ആയിട്ട് ഡബിൾ വാൾ ട്യൂബ്. Stress control tubes to provide electrical stress grading and relief on screen interruptions, which avoids localized stress accumulation leading to failures. Stress control tubes are made from specially formulated polyolefin and provide good balance between electrical and mechanical properties. ഒരു കേബിൾ ജോയിൻറ്റിലൂടെ ഹൈ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഇൻറ്ററപ്ഷൻസ് ഉണ്ടാവുകയും അത് ഇലക്ട്രിക്കൽ സ്ട്രെസ്സിന് കാരണമായി തീരുകയും ചെയ്യുന്നു. ഇലക്ട്രിക്കൽ സ്ട്രെസ് മൂലം കേബിളുകളിൽ ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
അത് അവോയ്ഡ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ സ്ട്രെസ് കൺട്രോൾ ട്യൂബ്സ് ഉപയോഗിക്കുന്നു. ഇത് പോളി ഒലഫീൻ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഇലക്ട്രിക്കൽ സ്ട്രെസ് കുറയ്ക്കുന്ന തരത്തിലുള്ളതാണ്. അഥവാ ഇത് ഹൈ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ഉള്ള മെറ്റീരിയലാണ് പോളി ഒലഫീൻ. Anti-tracking red insulating tubes to meet the outdoor conditions and the performance requirement of medium voltage power cable end splices. The material resists to split and has excellent arc resistance. These tubes are flexible, conforms to shapes, core bends, halogen-free, self-extinguishing and suitable for both outdoor and indoor applications. ഇത് മീഡിയം വോൾട്ടേജ് പവർ കേബിളുകൾ തുറസായ സ്ഥലങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ പോലും അതിൻ്റെ പ്രവർത്തനങ്ങളിലോ സ്വഭാവങ്ങളിലോ മാറ്റമില്ലാതെ സംരക്ഷിക്കുന്നു. ജോയിൻറ്റുകളിൽ പിളർപ്പുകളോ ആർക്കുകളോ ഉണ്ടാകാതെയും ഇത് സംരക്ഷിക്കുന്നുണ്ട്. ഈ ട്യൂബുകൾ നല്ല വഴക്കമുള്ളതും ചൂടാക്കുമ്പോൾ ജോയിൻറ്റിൻ്റെ ഷേപ്പിലേക്ക് മാറ്റാൻ കഴിയുന്നതുമാണ്. ഇത് ഹാലോജൻ ഫ്രീ ആണ്, അതായത് കത്തിയാൽ പോലും വിഷപ്പുക ഉണ്ടാകുന്നില്ല, സ്വയം തീകെടുത്തുകയും ചെയ്യുന്നു. ഇവ തുറസായ സ്ഥലങ്ങളിൽ പോലും അകത്തുള്ള സ്ഥലങ്ങളിലും ഒരുപോലെ തന്നെ ഉപയോഗിക്കാവുന്നതാണ്. Dual wall tube. The joint was covered with heat shrinkable tube made of 2 or 3 layers. The permittivity of layers are varied. 2 or 3 അടുക്കുകളുള്ള പ്രത്യേക തരത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ഹീറ്റ് ഷ്രിങ്കബിൾ ട്യൂബിനെയാണ് ഡുവൽ വാൾ ട്യൂബ് എന്ന് പറയുന്നത്. ഓരോ അടുക്കിൻ്റെയും പെർമിറ്റിവിറ്റി പലതായിരിക്കും. എന്താണ് പെർമിറ്റിവിറ്റി? ഇലക്ട്രിക് എനർജി ഇലക്ട്രിക് ഫീൽഡിൻ്റെ രൂപത്തിൽ ഒരു പദാർത്ഥത്തിൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള കഴിവിനെയാണ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത്. സ്ട്രെസ് ഗ്രേഡിംഗ് mastic strip. A for ferrule region, B for semi-conducting screen cut end. To be applied on the mechanical connector and semi-conducting screen to fill all the gaps and uneven surfaces. സ്ട്രെസ് ഗ്രേഡിംഗ് മാസ്റ്റിക് സ്ട്രിപ്പ് 2 രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് ഫെറൂൾ റീജിയനിലും മറ്റൊന്ന് സെമി കണ്ടക്ടർ സ്ക്രീനിൻ്റെ അഗ്രങ്ങളിലും. ഈ 2 സ്ഥലങ്ങളിലെയും വിള്ളലുകളും അതിൻ്റെ നിമ്നോന്നതമായ പ്രതലങ്ങൾ സ്മൂത്താക്കുന്നതിനും വേണ്ടിയിട്ടാണ് സ്ട്രെസ് ഗ്രേഡിംഗ് മാസ്റ്റിക് ഉപയോഗിക്കുന്നത്. റെഡ് സീലിംഗ് മാസ്റ്റിക്. Conformable and durable mastic with excellent moisture and environmental seal used for sealing medium voltage cables and accessories and covering sharp edges. ചുറ്റുപാടുമുള്ള പരിസ്ഥിതിയിൽ നിന്നും ഈർപ്പത്തിൽ നിന്നും കേബിളിനെയും കൂർത്ത അരികുകളെയും സംരക്ഷിക്കുന്നതിന് സീലിംഗ് മാസ്റ്റിക് ഉപയോഗിക്കുന്നു. PVC vinyl tape. Thermally compatible to insulate electrical wires and other materials that conduct electricity. It is used for overtaping the sealing mastic at the end of the tubes. Use as marking on the joint construction. വിനൈൽ ടേപ്പ്, PVC വിനൈൽ ടേപ്പ് നമുക്ക് ഉയർന്ന താപനിലയിൽ പോലും ഇൻസുലേറ്ററായിട്ട് ഉപയോഗിക്കാൻ കഴിയും. സീലിംഗ് മാസ്റ്റിക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ ഓവർ ടാപ്പിംഗ്, അതിൻ്റെ ഒരെൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ ചുറ്റുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനൈൽ ടേപ്പ് ജോയിൻറ്റ് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നത്. മെക്കാനിക്കൽ കണക്ടർ ഫെറൂൾസ്. To provide
mechanical connection between the cable conductors to protect against damage and splitting of cable ends. A. Crimping type ferrule. B. Screwing and sealing type ferrule. കേബിൾ കണ്ടക്ടേഴ്സുകൾ തമ്മിൽ മെക്കാനിക്കലായിട്ട് കണക്ട് ചെയ്യുന്നതിന്, അതായത് കണ്ടക്ടേഴ്സ് പിളർന്നു പോകാതിരിക്കുന്നതിനും അതിനെ സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടാണ് മെക്കാനിക്കൽ കണക്ടർ അഥവാ ഫെറൂൾസ് ഉപയോഗിക്കുന്നത്. ഇത് പലതരത്തിലുണ്ട്. പ്രധാനപ്പെട്ടവ ക്രിമ്പിംഗ് ചെയ്യുന്ന തരത്തിലുള്ള ഫെറൂളും സ്ക്രൂയിങ് ആൻഡ് സീലിംഗ് ചെയ്യുന്ന തരത്തിലുള്ള ഫെറൂളുകൾ. GI wire mesh to be wrapped over the joint area up to exposed armor. It is used for mechanical protection. GI wire mesh ആർമർ കട്ട് ചെയ്ത ഭാഗത്തിന് ഇടയിലായിട്ട് തിൻഡ് കോപ്പർ ബ്രൈഡിന് മുകളിലായി മെക്കാനിക്കൽ പ്രൊട്ടക്ഷന് വേണ്ടി ചുറ്റുന്നു. കോപ്പർ വയർ മെഷ്. It is used to cover over the dual wall tube, insulating and semiconducting in each core of the cable. കേബിളിൻ്റെ ഓരോ കോറിലും ഉള്ള ഡുവൽ വാൾ ട്യൂബിന് മുകളിലായി ചുറ്റുന്നതിന് വേണ്ടിയാണ് കോപ്പർ വയർ മെഷ് ഉപയോഗിക്കുന്നത്. കോപ്പർ ബൈൻഡിംഗ് വയർ. It is used for fixing copper wire mesh. കോപ്പർ വയർ മെഷ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടി കോപ്പർ ബൈൻഡിംഗ് വയർ ഉപയോഗിക്കുന്നു. തിൻഡ് കോപ്പർ ബ്രൈഡ് ടു പ്രൊട്ടക്റ്റ് കണ്ടക്റ്റീവ് വയറിംഗ് ഫ്രം ദ ഇൻ്റർഫറൻസസ് ബൈ കണക്റ്റിംഗ് ആർമർ എൻഡ്സ്. കേബിളുകളുടെ ആർമർ എൻഡുകൾ തമ്മിൽ കണക്ട് ചെയ്ത് ജോയിൻറ്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ ഇൻ്റർഫറൻസസിനെ കുറയ്ക്കുവാൻ തിൻഡ് കോപ്പർ ബ്രൈഡ് ഉപയോഗിക്കുന്നു. Backup ring. It is used for inserting below the lifted armor. കേബിൾ ജോയിൻറ്റുകളിൽ കേബിളുകളുടെ ആർമർ മുറിച്ചു കളഞ്ഞതിന് ശേഷം അവിടെ തിൻഡ് കോപ്പർ ബ്രൈഡ് കണക്ട് ചെയ്യുന്നതിനായി നല്ല കണക്ഷൻ കിട്ടുന്നതിന് വേണ്ടി ബാക്കപ്പ് റിംഗ് ആർമറിന് അടിഭാഗത്തായിട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. Worm drive clips to hold both ends of GI mesh and thinned copper braid for ensuring good electrical connection. നല്ല ഇലക്ട്രിക്കൽ കണക്ഷൻ കിട്ടുന്നത് പോലെ GI മെഷും തിൻഡ് കോപ്പർ ബ്രൈഡും ആർമറിന് പുറമെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വോം ഡ്രൈവ് ക്ലിപ്സ് ഉപയോഗിക്കുന്നത്. നൈലോൺ സ്ട്രിങ്. യൂസിങ് ഫോർ കട്ടിംഗ് XLPE ഇൻസുലേഷൻ. XLPE ഇൻസുലേഷൻ കട്ട് ചെയ്യുന്നതിന് വേണ്ടി നൈലോൺ സ്ട്രിങ് ഉപയോഗിക്കുന്നു. അലൂമിനിയം ഓക്സൈഡ് ക്ലോത്ത്. യൂസിങ് ഫോർ XLPE ഇൻസുലേഷൻ പോളിഷിംഗ്. XLPE ഇൻസുലേഷൻ പോളിഷ് ചെയ്യുന്നതിന് അലൂമിനിയം ഓക്സൈഡ് ക്ലോത്ത് ഉപയോഗിക്കുന്നു. ക്ലീനിങ് ലിക്വിഡ്. For cleaning the surface of insulation and ferrules with the help of cleaning liquid. ക്ലീനിങ് ലിക്വിഡ് ഇൻസുലേഷൻ്റെയും ഫെറൂൾസിൻ്റെയും പുറം ഭാഗം ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അവിടെ വല്ല പൊടിയോ ഇമ്പ്യൂരിറ്റീസോ വേസ്റ്റോ ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുകയാണെങ്കിൽ അത് ഇൻസുലേഷൻ കുറയുന്നതിന് കാരണമാവുകയും ജോയിൻറ്റ് കേടാകുന്നതിനും അത് കാരണമാവും. സിലിക്കൺ ഗ്രീസ്. Apply silicon grease on the insulation and stress grading mastic. സ്ട്രെസ് ഗ്രേഡിംഗ് മാസ്റ്റിക്കിലും XLPE ഇൻസുലേഷനും മുകളിലായി അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി സിലിക്കൺ ഗ്രീസ് ഉപയോഗിക്കുന്നു. സ്റ്റീൽ കാനിസ്റ്റർ ടു കവർ ഓവർ ദി ജോയിൻറ്റ്. ജോയിൻറ്റിന് മുകളിൽ കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്റ്റീൽ കാനിസ്റ്റർ ഉപയോഗിക്കുന്നു. റൂളർ ഫോർ ടേക്കിംഗ് ദ മെഷർമെൻറ്റ്സ്. മെഷർമെൻറ്റുകൾ എടുക്കുന്നതിന് റൂളർ ഉപയോഗിക്കുന്നു.
ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ടു ഗീവ് ദ ഇൻഫർമേഷൻ ഫോർ ദ കേബിൾ ജോയിൻറ്റിംഗ് വർക്ക്. കേബിൾ ജോയിൻറ്റിംഗ് വർക്ക് ചെയ്യുന്നതിനാവശ്യമായ നിർദ്ദേശങ്ങളും അറിവും നൽകുന്നതിന് ഇൻസ്ട്രക്ഷൻ ഷീറ്റ് ഉപയോഗിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഹീറ്റ് ഷ്രിങ്കബിൾ സ്ട്രെയിറ്റ് ത്രൂ ജോയിൻ കിറ്റിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ? ഓക്കെ,